വായുമലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാൻ നീക്കം. അനുമതി തേടി ഡൽഹി സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അവിടെ മലിനീകരണം അതിരൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ നീക്കം, അല്ലേ? ഉന്മേഷ മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ് ഡൽഹിയിൽ. ഒരു മാസത്തിലേറെയായി രൂക്ഷമായ തരത്തിലുള്ള മലിനീകരണം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 5 ദിവസമായി ഈ സിവിയർ പ്ലസ് വിഭാഗത്തിലേക്ക് മലിനീകരണം എത്തിയിരിക്കുന്നു. വായു ഗുണനിലവാര നിരക്ക് 500-ന് മുകളിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ GRIP 4 അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും അത് പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും പുകമഞ്ഞ് അതീവ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ്. ഈ പുകമഞ്ഞ് എളുപ്പത്തിൽ നീക്കം ചെയ്യാനുള്ള പോംവഴിയായി വിദഗ്ധർ ഉപദേശിച്ചത് കൃത്രിമ മഴയാണ് എന്നാണ് ഡൽഹി സർക്കാർ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്രിമ മഴ പെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ IIT കാൺപൂർ അടക്കമുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്യണമെന്നും ഇതിനായി കേന്ദ്രം യോഗം വിളിക്കണമെന്നും കൃത്രിമ മഴ എത്രയും പെട്ടെന്ന് പെയ്യിക്കാനുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡൽഹി സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുന്നത്. ഈ നിലവിലെ പുകമഞ്ഞ് സാഹചര്യത്തിന് മറികടക്കാൻ കൃത്രിമ മഴ മാത്രമാണ് ഏറ്റവും എളുപ്പമുള്ള സാധ്യമായ മാർഗം എന്നാണ് ഡൽഹി സർക്കാർ നിർദ്ദേശിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.